കെ ബി ശ്രീദേവിയുടെ ഹോമം എന്ന കൃതി നിറമാല എന്ന പേരിൽ ചലച്ചിത്രമാവുകയും ചെയ്തു. അതിന്റെ തിരക്കഥാകാരിയും കെ ബി ശ്രീദേവി തന്നെയായിരുന്നു. ഒരു കഥ എഴുതി തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാമദാസ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു കേട്ടോ. അദ്ദേഹം നല്ലോണം അറിയുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇത് സിനിമയ്ക്കുള്ള നല്ല ഇതാണല്ലോ, നല്ല തീമാണ്, ഞാൻ ഇത് സിനിമയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നന്നായി സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുപോയി. എന്നിട്ട് രാംദാസ് അത് എടുത്തു. ഒറ്റ പൈസ ഒന്നുമില്ല. പക്ഷേ സാരില്ല എന്നാലും ഇത് സിനിമയായില്ലോ. അപ്പോൾ അദ്ദേഹത്തിനും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അങ്ങനെയൊക്കെ സമാധാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സിനിമയ്ക്ക് കൊല്ലത്തെ സമ്മാനമുണ്ട്, ഈ ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ഇതിൽ. അത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമായി. നിറമാല എന്നുള്ള പേരിലാണ്. എഴുത്തു ജീവിതത്തിനിടയിൽ ഗുരുനാഥൻ സുബ്ബരാമ പട്ടരാണ് കെ ബി ശ്രീദേവിയെ സാഹിത്യ അക്കാദമിയിൽ കൊണ്ടെത്തിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പും പി കേശവദേവും പ്രൊഫസർ മുണ്ടശ്ശേരിയും വി കെ എനുമൊക്കെ ജ്വലിച്ചു നിൽക്കുന്ന കാലം. അന്നത്തെ സാഹിത്യ അക്കാദമിയിലെ അനുഭവങ്ങൾ ഇന്നും ആ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സാഹിത്യ അക്കാദമിയിൽ അന്നത്തെ സെക്രട്ടറിക്ക് ഗുരുനാഥൻ ഒരു എഴുത്ത് കൊടുത്തേക്കുണ്ടായത്. ശ്രീദേവി ഒന്ന് സഹായിക്കണം, ശ്രീദേവിക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. കരുണാകരൻ നമ്പ്യാരുടെ കയ്യിലാണ് കിട്ടിയതെന്ന് തോന്നുന്നു. ഒരു നമ്പ്യാർ എപ്പോഴും അത് എന്നോട് പറയും, എനിക്കൊരു ബാധ്യത ഉണ്ടേ, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടേ എന്നൊക്കെ പറയും. പിന്നെ സാഹിത്യ അക്കാദമി ആയിട്ടുള്ള ബന്ധമായി. അത് വല്ലാത്ത ബന്ധമായിരുന്നു എനിക്ക്. ഒരു ദിവസം ഞാൻ ഭവനൻ്റെ കാലത്താണ് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക. അപ്പോൾ അതിൽ കുറച്ച് ചിലത് എഴുതി കൊടുക്കണ്ടേ. അപ്പോൾ ഭവനം പറഞ്ഞു, നിങ്ങളതൊന്ന് ശരിക്കും എഴുതി തരുമെന്ന് പറഞ്ഞു. എനിക്ക് ഇരിക്കാനൊരു സ്ഥലം കൂടി ഇല്ല അവിടെ. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഒരു ചെറിയൊരു പട്ടികയൊക്കെ വെച്ചിട്ട് എനിക്കൊരു ചെറിയൊരു സീറ്റ് തന്നു. ഞാനവിടെ ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോഴേ വലിയൊരാൾ വന്നിട്ട് എൻ്റെ കാക്കിലാണ് നമസ്കരിച്ചു. അപ്പോൾ ശങ്കുണ്ണിമേനോൻ ഒപ്പം നിൽക്കുന്നുണ്ട്. ശങ്കുണ്ണിമേനോൻ പറഞ്ഞു, വി കെന് കാണണം എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാവട്ടോ, ഞാൻ ഈ ചെറിയൊരു ഇതിലാണ് ഇരിക്കണത്, അല്ല ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വി കെൻ വന്നിട്ട് എൻ്റെ കാക്കിലാണ് നമസ്കരിച്ചു. അയ്യോ ഇതെന്താ അത് ചോദിച്ചു. അപ്പോൾ നമസ്കരിക്കണം, ഞാൻ ആ പുസ്തകം വായിച്ചേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറേ ഉണ്ടായി. പിന്നെ വി കെൻ ആ ഒരു അങ്ങനെ ഒരു അവസ്ഥ വി കെൻ അവസാനം വരെ സൂക്ഷിച്ചിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും ഈ പുസ്തകങ്ങളെ പറ്റി പറയും, അതിലുള്ള നല്ല ഭാഗങ്ങളെ പറ്റി പറയും. അങ്ങനെ നല്ല ഒരു അനുഭവമായിരുന്നത്. ആ വീഴ്ച കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. പക്ഷേ ശങ്കുണ്ണിമേനോൻ ഒപ്പം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, അത് വി കെൻ്റെ ഒരു സമ്പ്രദായമാണ്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ജി ശങ്കരക്കുറുപ്പൊക്കെ അയ്യോ എന്തൊരു വാത്സല്യമായിരുന്നു. അന്ന് ഞാൻ ടാഗോറാണ് വായിച്ചായിരുന്നത്, ടാഗോർ കൃതികൾ. അതാണെങ്കിൽ ശങ്കരക്കുറുപ്പിൻ്റെ ട്രാൻസ്ലേഷനും. ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശങ്കുണ്ണിമേനോൻ ഇടയ്ക്ക് വന്നിരിക്കുന്നു അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഈ ശങ്കരക്കുറുപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെല്ലണമുണ്ട്. അത് ഞാൻ വേഗം പഠിച്ചു. അപ്പോൾ മുരളീരാഗ മധുരമുഖനാമൊരു യാത്രികൻ വരും വിളിക്കും ഞാൻ പോകും വാതിൽ പൂട്ടാതെ അക്ഷമം എന്ന് ചെല്ലുന്നുണ്ട് അദ്ദേഹം. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചെല്ലുന്നുണ്ട്. 2 തവണ കേട്ടപ്പോൾ ഞാനത് പഠിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടിത്തം കൊണ്ട് ഞാൻ ചോദിച്ചു, വലിയൊരാളാണ്. എന്നിട്ട് എന്നാലും ഞാൻ ചോദിച്ചു, അങ്ങനെ എന്താ അത് എപ്പോഴും ഇതിങ്ങനെ ചെല്ലണത് എന്ന് ചോദിച്ചു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിപ്പം അങ്ങോട്ട് കാണിച്ചു. വേഗം ശ്രീദേവി അതല്ലേ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു കസാല എടുത്തിട്ട് എൻ്റെ മുമ്പിലാണ് വന്നിരുന്നു. എന്നിട്ട് മറക്കില്ല, ഒരു 2-3 മണിക്കൂർ പ്രസംഗം തന്നെ. ഞാൻ വായിക്കണ ഭാഗം എനിക്ക് മനസ്സിലാവാത്തതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കുറേ ഭാഗങ്ങൾ അദ്ദേഹം ഒരു ധാര പോലെ നിർത്താണ്ട് ഒന്ന് പ്രസംഗിച്ചു. ആരുമില്ല കേൾക്കാൻ. ശങ്കുണ്ണിമേനോൻ പവനൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട്, അത്ര തന്നെയുള്ളൂ. എനിക്കത് വല്ലാത്ത അനുഭവം. അപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ വേഗം എഴുതിയെടുത്തു. അങ്ങനെ അവരുടെ വാത്സല്യം എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ മഹാന്മാരാവുക എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തന്നു. അവർ അറിവില്ലാത്തവരെ അറിവുണ്ടാക്കലാണ് അവരുടെ ഭാരം എന്നുള്ള മട്ടിൽ. അതുപോലെ കേശവമേനോൻ വരും ഇടയ്ക്ക്. കെ പി കേശവമേനോൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. നല്ല അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയാണ് ശരിക്കും ഞങ്ങളെയൊക്കെ ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുന്ന അർത്ഥം. ശബ്ദവും രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് സാഹിത്യ അക്കാദമിയാണ്. അത് മറക്കാൻ പറ്റില്ല. കെ ബി ശ്രീദേവിയുടെ ജീവിതത്തിൻ്റെയും എഴുത്തിൻ്റെയും തണലായി നിന്ന കൂടല്ലൂർ നമ്പൂതിരി ജീവിതത്തിൻ്റെ അരങ്ങൊഴിഞ്ഞു പോയെങ്കിലും ഇന്ന് മക്കളായ ഉണ്ണിയുടെയും നാരായണൻ്റെയും ലതയുടെയും സാന്നിധ്യത്തിൽ ഈ അമ്മ അക്ഷരങ്ങളെ താലോലിച്ചുകൊണ്ടേയിരിക്കുന്നു.